ഹലോ ഗൈസ്, അപ്പോൾ ഓണമൊക്കെയല്ലേ വരാൻ പോകുന്നത്. അപ്പൊ തലയിൽ വെക്കാനായിട്ട് ഇതാ ഇതേപോലെ കുറച്ച് മുല്ലപ്പൂ ഉണ്ടാക്കി എടുത്താലോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുല്ലപ്പൂ അല്ല, മുല്ലയുടെ മുട്ടാണ്. മുല്ലപ്പൂ ആകുമ്പോൾ കുറച്ച് വിരിഞ്ഞൊക്കെയല്ലേ ഇരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടാണ്. ആദ്യം തന്നെ ആ മുട്ട ഉണ്ടാക്കാനായിട്ട് കുറച്ച് എയർ ഡ്രൈകളെ എടുത്തിട്ടുണ്ട്. ഈ എയർ ഡ്രൈകളെ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കുന്ന വീഡിയോ എന്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അങ്ങനെ ഞാൻ കുറച്ച് മുല്ലമുട്ടൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ഉണങ്ങിയും കിട്ടിയിട്ടുണ്ട്. ഇനി ആ മുല്ലമുട്ടിന്റെ സ്റ്റെമ്പിന്റെ പോർഷനിൽ നമ്മൾ പെയിന്റ് അടിച്ചു കൊടുക്കണം. ഗ്രീൻ കളറാണ് അടിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ എന്റെ ഈ ഗ്രീൻ ഇല്ലാത്തതുകൊണ്ട് യെല്ലോ കളറാണ് അടിച്ചു കൊടുത്തത്. പക്ഷെ അടിച്ചു വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഗ്രീൻ കളർ സ്കെച്ച് എടുത്തിട്ട് അതിന്റെ ഉള്ളിലത്തെ സാധനം വെച്ചിട്ടാണ് പിന്നെ ഫുൾ ആയിട്ട് അടിച്ചു കൊടുത്തത്. അങ്ങനെ പെയിന്റെല്ലാം അടിച്ചു വന്നപ്പോൾ കുറച്ച് ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. ഇനി ഇത് നമ്മൾ നൂലി കോർത്തെടുക്കണം. ഈ കോർത്തെടുക്കുന്ന പണി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ കോർത്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ മുല്ലപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ ഏകദേശം മുല്ലപ്പൂവിന്റെ ലുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കുറച്ചും കൂടെ അടുത്തടുത്ത് കോർത്തായിരുന്നേ കുറച്ചും കൂടെ രസം വന്നേനെ. അപ്പൊ അത്രേ ഉള്ളൂ.